അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു പുതിയൊരു സൈറ്റാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ 3 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബാത്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബാത്റൂമാണ് ഉള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വാൾമൗണ്ട് ക്ലോസറ്റൊക്കെയാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ടോപ്പിൽ വയ്ക്കുന്നത് ഈ സെൽസർ കമ്പനിയുടെ സെൽഫ് ക്ലീനിങ് ടാങ്കാണ്. ഇത് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് വരുമ്പോൾ 2.5 അടി സ്റ്റാൻഡാണ്. പിന്നെ ഇവിടെ ഒരു 1000-ൻ്റെ ടാങ്കുണ്ട്. അത് സുപ്രീമിൻ്റെ ഒരു സാധാരണ നോർമൽ ടാങ്കാണ്. ഇവിടുത്തെ നമ്മൾ ലൈൻ വാട്ടർ ടോപ്പ് വരെ കയറത്തില്ല. അപ്പോൾ വെള്ളം സ്റ്റോറേജിന് വേണ്ടിയാണ് ഇതിപ്പം 750 ഒരു ടാങ്ക് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കകത്ത് ബാത്റൂമിൻ്റെ നോക്കാം. ഒരു ബാത്റൂമും, അപ്പോൾ നമുക്ക് നേരെ കാണുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ വയ്ക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു കൺസീൽ ഫ്ലഷ് ടാങ്ക്, അത് നമ്മൾ ലെഡ്ജ് വാൾ കെട്ടിയാണ് എടുക്കുന്നത്. ഇവിടെ 6 ഹോളോ ബ്രിക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ലെഡ്ജ് വാൾ കെട്ടിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇങ്ങോട്ടാണ് നമുക്ക് ഷവർ ഏരിയ വരുന്നത്. ഷവർ ഏരിയയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഡൈവേർട്ടറാണ്. അപ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ഈ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രൈ ഏരിയ മെറ്റീരിയലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ പൈപ്പും ഫിറ്റിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെല്ലാം ലിസ്റ്റ് നോക്കി ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്, ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ വയ്ക്കുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം ഗ്രോഹൈഡാണ്. മൂന്ന് ഗ്രോഹയുടെ ഫ്ലഷ് ടാങ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലോസറ്റ് വരുമ്പോൾ സെറയുടെയാണ്. സെറയുടെ വാൾമൗണ്ട് ക്ലോസറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മുകളിലത്തെ ബാത്റൂമൊക്കെ നോക്കാം. ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇപ്പോൾ ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിന് ഇവിടെയാണ് ഒരു പോയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ് വരും. പിന്നെ കിച്ചണുണ്ട്. കിച്ചൻ്റെ സിങ്ക് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് 2 ടാപ്പിൻ്റെ പോയിൻ്റാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ഔട്ടും, അതുപോലെ നമ്മൾ ഡയറക്റ്റ് ലൈൻ വാട്ടറും, പിന്നെ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ പോയിൻ്റ് നമ്മൾ ചെയ്യും ഇവിടെ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം. ഇത് നമ്മൾ താഴത്തെ പോലെ സെയിമാണ്, അതേ സൈസാണ്, നീളവും വീതിയെല്ലാം സെയിമാണ്. ഇവിടെ നേരെ കാണുന്നത് വാഷ് ബേസിന്. ഇവിടെ നമുക്ക് ക്ലോസറ്റ് ലൈന്, ഇങ്ങേറ്റമാണ് ഷവർ വരുന്നത്. ഈ ഒരു ബാത്റൂമിനാണ് അവർ സംഘം താത്തിട്ടിട്ടുള്ളത്. അപ്പം അപ്പുറത്തൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബാത്റൂമാണ്. ഇത് അവർ സംഘം താത്തിട്ടിട്ടില്ല. ഇത് തട്ടും മട്ടമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി 4 ഇഞ്ചൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം പൊങ്ങും, ഹൈറ്റ് കൂടും. അതും അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ വാഷ് ബേസിൻ ഇവിടെയുണ്ട്, സെൻട്രൽ ക്ലോസറ്റ്, ഇങ്ങേറ്റമാണ് ഷവർ ഏരിയ. ഇവിടെ നമുക്കിപ്പോൾ ക്ലോസറ്റ് ഇങ്ങനെ വയ്ക്കാമായിരുന്നു, എങ്കിൽ ഇവിടെ തറ ഒരുപാട് പൊങ്ങത്തില്ലായിരുന്നു. ട്രാപ്പിൻ്റെ ഹൈറ്റ് മാത്രമേ വരൂ. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ക്ലോസറ്റ് വയ്ക്കേണ്ടത്, തെക്ക് വടക്കാണ് ക്ലോസറ്റ് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ തന്നെ ക്ലോസറ്റ് വരും. അപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം പൊങ്ങും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് താഴത്തെ ബാത്റൂം ലൈനൊക്കെ ചെയ്ത്, ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് ലൈനൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യണം. അതുപോലെ മുകളിലത്തെ ഈ 2 ബാത്റൂമും ഇതിൻ്റെ തട്ടൊക്കെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് ഹോളടിച്ച് തട്ടൊക്കെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാത്റൂം ഇപ്പോൾ വരച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബാത്റൂം മൊത്തത്തിൽ ഒരു 190 സെൻറ്റിമീറ്റർ ഉള്ളൂ നീളം വന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി ഒരു 70 സെൻറ്റിമീറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ഷവർ വരുന്നത്. അത് നമ്മൾ ഫ്ലഷ് ടാങ്കിന് വേണ്ടി ഇത് നമ്മൾ ലെജറോളാണ് കെട്ടുന്നത്. ഇത് ഒരു 70 സെൻറ്റിമീറ്റർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാഷ് ബേസിന് വേണ്ടി നമ്മളൊരു 20 ഇഞ്ച്, അപ്പോൾ 50 സെൻറ്റിമീറ്ററാണ് ഇവിടെ വാഷ് ബേസിന് വേണ്ടി നമ്മൾ പോയിന്റ് വരച്ചിട്ടുള്ളത്, വേസ്റ്റിൻ്റെ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സെൻറ്ററിലാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിന് വേണ്ടി ലൈന് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വീതി വരുമ്പോൾ ബാത്റൂമിൻ്റെ 130 സെൻറ്റിമീറ്ററാണ് വീതി ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു പുറത്തേക്കുള്ള ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുവഴി ലൈനൊക്കെ വെട്ടി ഇവിടെ ലൈൻ ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ തിരിക്കും. പിന്നെ ഈ തള്ളി നിൽക്കുന്ന കോൺക്രീറ്റൊക്കെ ഒന്ന് അടിച്ച് ലെവലാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. കാണുന്ന ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ബില്ല് നോക്കി എല്ലാം കറക്റ്റ് എണ്ണം എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് 15 ഇഞ്ച്
അതെയല്ലോ. രണ്ട് കല്ലൂടെ എടുത്തിട്ടല്ലോ. അങ്ങനെ ബാത്റൂമിന്റെ തറയിലത്തെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ രാവിലെ പറഞ്ഞതിനേക്കാളും കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇവിടെ വാഷ് ബേസിനാണ്. വാഷ് ബേസിന് വേറെ മാറ്റമില്ല. പിന്നെ അടുത്താണ് ഇവിടെ ക്ലോസറ്റ് ലൈനാണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ടാങ്കിൻ്റെ ലൈനും ക്ലോസറ്റ് ലൈനൊക്കെ ഈ ഒരു സൈഡാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലോസറ്റ് ലൈൻ വരുന്നത്. ഈ ഒരു പൊസിഷനിലാണ്. അതിനുവേണ്ടി നമ്മൾ 4 ഇഞ്ചിൻ്റെ പൈപ്പെല്ലാം കൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നീട് ഇവിടെയാണ് ഷവർ വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ 90 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ലെജർ വളം കെട്ടുന്നത്. ആ 90 സെൻറ്റിമീറ്റർ പോയിട്ട് ഇവിടെ വരെ 90 സെൻറ്റിമീറ്റർ വരെ. അത് പോയതിനു ശേഷം ഇവിടെ നമ്മൾ 15 ഇഞ്ച് വാഷ് ബേസിന് വേണ്ടി ഇപ്പം നമ്മൾ 20 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് സെൻറ്ററിലാണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഷവർ വരുന്നത്. ഷവർ ഇവിടെ ബെൻഡ് മിക്സറാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വാഷ് ബേസിൻ്റെ ലൈൻ നമ്മൾ ചെയ്ത് ഇവിടെ 45 ഷോർട്ട് ബെൻഡൊക്കെ ഇട്ട് ഇപ്പോൾ ലൈന് കയറ്റിയിട്ടുണ്ട്. ഇത് എല്ലാം തറയിലത്തെ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വെള്ളം നനച്ചതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്യണം. ഇവിടെ ഈ കാണുമ്പോൾ കോൺക്രീറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അത് തള്ളിരുന്നതിനെ നമ്മളെല്ലാം അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ മണ്ണെല്ലാം ലെവലാക്കി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മണ്ണിനെയൊക്കെ ഒന്ന് ഉറപ്പിക്കണം. ട്രാപ്പിൻ്റെ അവിടെ നമ്മൾ കരിങ്കെല്ലാം കളക്കിയതിനു ശേഷം ട്രാപ്പ് വെച്ചത്. അടിയിലെല്ലാം ചാന്തെല്ലാം വെച്ചാണ് ട്രാപ്പ് വെച്ചത്. ഈ സൈഡിലെല്ലാം നല്ല രീതിക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അവിടെ മണ്ണൊന്നും ഇറക്കാത്തത്. നമ്മൾ ബാത്റൂമിൽ വെള്ളമെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാനത് നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഞാനെങ്ങനെയാണ് നോക്കാം. കോൺക്രീറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ലെവലിന് നമ്മൾ ഫുള്ള് ഇടാനുണ്ട്. ബാക്കി നമുക്ക് ഇട്ടതിന് ശേഷമുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മസാല നമ്മളങ്ങനെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെയ്തൊന്ന് കാണിച്ചില്ല. ഇവിടെ നമ്മളിപ്പോൾ പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ചതിനേക്കാളും പൊസിഷനിൽ മാറി. നമ്മൾ ആദ്യം വരച്ച രീതിയിലാണെങ്കിൽ ഡ്രൈ ഏരിയ മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതിപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കോൺക്രീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മച്ചാമാര് നമ്മളങ്ങനെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ 2 ബാത്റൂം, ഞാൻ നേരത്തെ കാണിച്ചത് 2 ബാത്റൂം നമുക്ക് തറയിൽ പ്ലാസ്റ്ററിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.